പറയുമ്പോൾ ആരാ പറഞ്ഞ് വെജിറ്റേറിയൻസിന് ചോയ്സ് ഇല്ല എന്ന്? ഐ മീൻ ഫുഡ് ചോയ്സ്. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഒരുപാട് ചോയ്സ് ഉണ്ട്. വെജിറ്റേറിയൻസിന് ചോയ്സ് കുറവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പോകുന്ന ഈ സ്ഥലത്ത് ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഇത്ര ചോയ്സ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ എന്ന്. ഇത് ചെന്നൈ ഫ്ലൈ ഓവർ. അതിലൂടെ താഴേക്ക് ഇറങ്ങി നേരെ അണ്ണാനഗറിൽ പോകണം. ഞാൻ വി ആർ മോളിൽ നിന്നാട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഫ്ലൈ ഓവർ വഴി വരുന്നത്. ഈ കാണുന്നതാണ് വസന്ത് ഭവൻ. വി ആർ മോളിൽ മൂവി കഴിഞ്ഞ് നേരെ വന്നത് വസന്ത് ഭവനിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വെജിറ്റേറിയൻസിന് ഒരുപാട് ചോയ്സ് ഉണ്ട്. മെനു കാണിച്ചു തരാം, വരൂ. ഇതിൽ ഏഷ്യൻ അപ്പിറ്റൈസർ അടിപൊളിയാണ്. ഇതിനകത്ത് മോമോസ് ഉണ്ട്, സൂഷി ഉണ്ട്, ഇഷ്ടം പോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുകൂടാതെ യൂറോപ്യൻ ഉണ്ട്, കോണ്ടിനെൻ്റൽ ക്വിസിൻ ഉണ്ട്, പിന്നെ അതിൽ പിസ്സ വരുന്നുണ്ട്, എന്തെല്ലാം ബ്രെഡ് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ബേക്ക്ഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ താമരയുടെ തണ്ട് കൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ. യൂറോപ്യൻ ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഉണ്ട്. പിന്നെ ഇവിടുത്തെ സാലഡ്സ് എല്ലാം സ്പെഷ്യലാണ്, എസ്പെഷ്യലി തായ് സാലഡ്. ഇങ്ങനെ വേണ്ട, സെഷ്വാൻ ഫ്രൈഡ് ഇഡ്ലീസ് ഉണ്ട്, പൊടി ഇഡ്ലീസ് ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് വെജിറ്റേറിയൻ ചോയ്സസ് ഉണ്ട് ഇവിടെ. വി വേൾഡ് വസന്തഭവൻ, അതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഞാനിവിടെ പലപ്പോഴും പോകാറുണ്ട്. ഇവിടുത്തെ സൂഷി എനിക്ക് ഫേവറേറ്റ് ആണ്. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയില്ല, എൻ്റെ സങ്കടത്തിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് മോമോസാണ്. മോമോസിൻ്റെ വെയിറ്റിങ്ങിലാണ് ഞാൻ. ടിൽ ദെൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ആംബിയൻസാണ്. ആദ്യം തന്നെ ഗാർലിക് ദോശയാണ് വന്നത്. ഗാർലിക് ദോശ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഫ്രൈഡ് ഗാർലിക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്, കുറച്ച് ചട്നിയും. അപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്ത എൻ്റെ ഐറ്റം എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുവരെ ബോറടിച്ച് കുറച്ച് ആംബിയൻസിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റിങ്സും അവിടുത്തെ പ്ലാൻസും ഇൻറ്റീരിയറും ഇതെല്ലാം ഒരുപാട് പേര് അവിടെ ഇരുന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഞാനും. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ വിചാരിച്ചു, ഇതുവരെ എൻ്റെ പ്ലേറ്റ് കാലിയാണ്, കണ്ടോ, ഒന്നും വന്നിട്ടില്ല. സോ ഐ തോട്ട് ഓക്കെ, വിൽ ഷൂട്ട് സംതിങ് ഫ്രം ഡൗൺ സ്റ്റേഴ്സ് എന്ന് വിചാരിച്ചു. ഞാൻ താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എൻ്റെ ഫുഡ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ താഴേക്ക് എങ്ങനെയാണ് താഴത്തെ ഡൈനിങ് എന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല ക്രൗഡാണ്. ഇപ്പോൾ ടൈം എത്രയാണെന്നറിയോ? 12:30 നൈറ്റ്. ആ ഒരു ടൈമിൽ പോലും ഇത്ര ക്രൗഡ് കേരളത്തിലുണ്ടാവുമോ? കേരളത്തിൽ ഈ ടൈം ആകുമ്പോഴത്തേക്കും ക്ലോസ്ഡ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആംബിയൻസ്, ഇൻറ്റീരിയർ. അപ്പോഴേക്കും എൻ്റെ ഐറ്റം എത്തിക്കഴിഞ്ഞു. മോമോസ് 8 പീസ് ഉണ്ട്, 4 വെറൈറ്റി, 2 പീസ് ഈച്ച്. 4 വെറൈറ്റി എന്ന് പറയുമ്പോൾ ഒന്ന് പനീരാണ്, ഒന്ന് മഷ്റൂം ചീസാണ്, ഒന്ന് ചില്ലി, പിന്നെ ഒന്ന് വെജിറ്റബിൾ സംതിങ്, എന്തോ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അതിൻ്റെ സോസും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻ്റാണത്. ഏത് ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്താലും അത് അവർ ടേസ്റ്റി ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. വെയിറ്റേഴ്സ് എല്ലാം നല്ല ഫ്രണ്ട്ലിയും. അപ്പോൾ ഒരു ഹാപ്പി ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.